വീഡിയോ ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലല്ല ഇരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ മനസ്സിലാവും. എന്നാൽ ഈ വീഡിയോ ഇപ്പൊ ചെയ്തില്ലെങ്കിൽ പിന്നെ പശ്ചാത്തപിക്കുക. അതുകൊണ്ടാണ് സംഘികള് ഈ റഹീമിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരമാവധി ഹെയ്റ്റ് ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശശികലയുടെ ഒരു പോസ്റ്റ് ഞാൻ ആദ്യം വായിക്കാം, എന്നതിന് ശേഷം വീടിന്റെ കടക്കുക നല്ലത്. വീരാരാധനയാകാം, പക്ഷെ ഒരു കൊലക്കേസ് പ്രതിയെ, അതും ഒരു ഭിന്നശേഷിക്കാരൻ ബാലനെ കൊന്ന കേസിൽ ജയിൽവാസം കഴിഞ്ഞിറങ്ങിയ ഒരു പ്രതിയെ ചെയ്യരുത് എന്നാ പറയുന്നത്. നമുക്കേ കഴിയൂ, മറ്റാർക്കും കഴിയില്ല. ഇത് കേരളമല്ലേ? ഓക്കെ, ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞു, നിങ്ങൾ കൂട്ടിക്കോളി. ഒരു പാവപ്പെട്ട മനുഷ്യനെ കയ്യബദ്ധത്തിൽ ഒരു കൊലപാതകം നടന്നു. അദ്ദേഹത്തിനെ ശരീഅത്ത് നിയമപ്രകാരം ആ രാജ്യം അനുവദിക്കുന്ന രീതിയിലുള്ള ഒരു കുറ്റവിമുക്തമാണല്ലോ ഇപ്പൊ ആക്കി കൊടുത്തിട്ടുള്ളത്. അദ്ദേഹം നാട്ടിലെത്തി, ഞങ്ങൾക്ക് സന്തോഷമുണ്ട്, ഞങ്ങൾക്ക് ഒരു സങ്കടവും ഇല്ല. പകരം നിങ്ങൾ എന്തിനെ കിടന്ന് കരയുന്നേ? കേരളത്തിലുള്ള ആളുകൾ ചെയ്തോട്ടെ, നിങ്ങൾ എന്തിനെ കരയുന്നേ? നിങ്ങൾ വെറും ഒരു കുഴിയിൽ കിടക്കുന്ന സർപ്പപ്പാമ്പ് മാത്രം, ഒരു കിണറ്റിനുള്ളിൽ കിടന്നിട്ട് ഇങ്ങനെ കുത്തിമറുന്ന ഒരു സർപ്പപ്പാമ്പ്. വിഷം ചീറ്റാൻ വേണ്ടി മാത്രം കിണറിന്റെ പുറത്ത് വരുന്ന ഒരു വ്യക്തി മാത്രമാണ് നിങ്ങൾ. സംഘികളുടെ 1 രൂപ പോലും 34 കോടി രൂപയിൽ വന്നിട്ടില്ല. 47 കോടി രൂപയോളം പിരിച്ചു കിട്ടിയെന്നാ പറയുന്നത്. 1 രൂപ പോലും സംഘികളുടേതായിട്ടില്ല. പിന്നെ നിങ്ങൾ എന്തിനെ കിടന്ന് കരയുന്നേ? കുറെ സംഘികൾ കിടന്ന് കരയുന്നടാ, കൊലപാതകയാണ് റഹീം, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്നുള്ളത്? മറ്റൊരു രാജ്യത്ത് അവരുടെ നിയമപ്രകാരം, ആ രാജ്യത്തിന്റെ നിയമപ്രകാരമാണ് അദ്ദേഹം അവിടെ എത്തിയിട്ടുള്ളത്. അല്ലാതെ അവിടെ പോയിട്ട് നമ്മൾ 34 കോടി അങ്ങ് വാരി എറിഞ്ഞ് കൈക്കൂലി കൊടുത്തിട്ട് കൊണ്ടുവന്നൊന്നല്ല. അത് ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. റഹീം ഈ വിഷയത്തിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് മുഴുവനായിട്ടൊന്ന് കേൾക്കാം. ഈ 20 വർഷേ ഈ ജയിലിൽ കിടക്കുമ്പോഴൊക്കെ ഇങ്ങനെ സ്വപ്നങ്ങളോ പ്രതീക്ഷകളോ ഒക്കെ ഉണ്ടായിരുന്നോ? ശരിക്കും നാട്ടിൽ ഉമ്മയുടെ പ്രാർത്ഥനയൊക്കെ ഫലിക്കുമെന്നും ഒക്കെ വളരെ കുറവായിരുന്നു. 2018 വരെ, അതായത് 18 വർഷം വരെ ഒരു പ്രതീക്ഷ ഇല്ലായിരുന്നു. ഇങ്ങനെ ഒരു സാഹചര്യം ഒരുക്കി കിട്ടും, ഇങ്ങനെ രക്ഷപ്പെടും, ഇവിടെ എത്താൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷ വളരെ കുറവായിരുന്നു. ജനങ്ങളുടെ സഹായങ്ങളും പിന്നെ MSI കമ്മിറ്റിയും ഇന്ത്യൻ എംബസിയും നിരന്തര പോരാട്ടവും ആ കുടുംബം വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി തരാമെന്ന് സമ്മതിച്ചു. പണം ആവശ്യപ്പെട്ടു. ഈ പണത്തിന് വേണ്ടിയുള്ള എല്ലാ പോരാട്ടങ്ങളും ജനങ്ങളെ ഏറ്റെടുത്ത് ഭംഗിയായി നടത്തി തന്നു. എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. റഹീമി അനുഭവങ്ങളൊക്കെ എഴുതാനായിട്ട് ആലോചനയുണ്ടോ? പല മേഖലയുള്ളവരും ഏതായാലും അതെല്ലാം നീ മറക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഈ പഴയ കാലങ്ങളെല്ലാം കഴിഞ്ഞ് ഈ ഒരു പുതിയ ജീവിതത്തിലേക്ക് കഴിഞ്ഞതെല്ലാം മറന്ന് ഒരു തിരിച്ചുവരവ് ഉണ്ടാവുമെന്ന് അദ്ദേഹം വിചാരിച്ചിട്ടില്ല, സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല. ഒരു 18 വർഷമൊക്കെ ആയപ്പോൾ ആൾ വിചാരിച്ചു ഇനിയിപ്പോൾ 2 വർഷം കൂടി കഴിഞ്ഞാൽ തീരുമാനാക്കും, അവർ കൊല്ലുമെന്ന് വിശ്വസിച്ചിരിക്കുകയായിരുന്നു. ആ സമയത്താണ് മലയാളികൾ ഒന്നടങ്കം ആ 34 കോടി രൂപ ബോച്ചയുടെ നേതൃത്വത്തിൽ, അത് എടുത്തു പറയണം, കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ മറന്നുപോയി. ബോച്ച എന്താണ് എല്ലാവരും കുറച്ച് കാണുന്നത്? അദ്ദേഹത്തിന് വില കുറച്ച് കാണാൻ കഴിയില്ല. അദ്ദേഹം യാചകനായിട്ട്, കോടീശ്വരനായ മനുഷ്യ യാചകനായി റോട്ടിൽ തെണ്ടിയതിന്റെ കഥ കൂടി നിങ്ങൾ കേൾക്കണം. അദ്ദേഹം ഇറങ്ങിയത് കൊണ്ടാണ് സോഷ്യൽ മീഡിയ അത്രമാത്രം കത്തിയത്. ഞാനൊക്കെ അദ്ദേഹത്തിന്റെ വീഡിയോ കണ്ടതിന് ശേഷം തന്നെയാണ് നമ്മളൊക്കെ റിയാക്ട് ചെയ്തത്, അതാദ്യം പറയണം. പിന്നെ റഹീമിന്റെ നെറ്റി നിങ്ങൾ കണ്ടോ? ആ നിസ്കാരത്തായമ്പിനുണ്ട് ഒരുപാട് കഥകൾ പറയുന്നത്. ഓരോ തവണ നിസ്കരിക്കുമ്പോൾ അദ്ദേഹം നെഞ്ചുരുക്കി പ്രാർത്ഥിച്ചിട്ടുണ്ടാവും, പെറ്റുമ്മയെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ചു കൊണ്ടിട്ട്. അത് നമ്മൾ മറക്കരുത് എന്നതാണ്. അപ്പോൾ ഏതൊരു മനുഷ്യനും അബദ്ധങ്ങൾ പറ്റും. ഇനി എന്താണെന്ന് സംഭവിച്ചതെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. പലരും പലതാണല്ലോ പറയുന്നത്, റഹീം തന്നെ പറയും. ഒരു കാര്യം കൂടി റഹീമിനോട് ചോദിക്കട്ടെ. അതായത് അന്ന് 2006 ഡിസംബർ 26-ാം തീയതി എന്താ സംഭവിച്ചതെന്ന് പല പ്രേക്ഷകരും പല രീതിയിലാണ് അത് കാണുക. അപ്പം ഞാൻ ഇന്നലെ ഒരു തുടർച്ചയായി പറയുന്നുണ്ടായിരുന്നു, അതിൽ റഹീം നിരപരാധി തന്നെയായിരുന്നു, അത് പിന്നീട് ബോധ്യപ്പെട്ടു ആ കുടുംബത്തിന് എന്നുള്ളത് പറയുന്നുണ്ടായിരുന്നു. അന്ന് ഈ അനസ് എന്ന് പറയുന്ന കുട്ടി, അത് ശരിക്കും ആ ട്രാഫിക് സിഗ്നലിൽ വെച്ച് ആ കുട്ടി നിർബന്ധം പിടിച്ചു എന്നുള്ളത് സത്യം തന്നെയാണോ? വണ്ടി ഓടിച്ചു പോകണം എന്നുള്ളത് അന്ന് ശരിക്കും റഹീം എന്താ പറഞ്ഞത് ആ കുട്ടിയോട്? അവന്റെ പ്രതികരണത്തിലാണ് എനിക്ക്, കാരണം അവന്റെ പ്രതികരണത്തിൽ എനിക്ക് മനസ്സിലാവുന്ന ദേഷ്യത്തിലാണ്. കാരണം അവൻ പറഞ്ഞ് ഈ സിഗ്നൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഭാഷ കുറച്ച് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഏതൊരു വ്യക്തി ദേഷ്യപ്പെടുന്ന സമയത്ത് മനസ്സിലാവും ദേഷ്യത്തിലാണ്. പിന്നെ വണ്ടി മുന്നോട്ട് എടുക്കാത്തതിന്റെ പേരാണ് തുപ്പിയ സമയത്ത് കൈ വീശിയാണ് അവന്റെ മുഖത്തിന് നേരെ. പക്ഷെ അടി കൊണ്ടത് കഴുത്തിനാണ്. ഓക്കെ, പല ആളുകളും പറഞ്ഞത് പല കഥകളാണ്. ഇദ്ദേഹം കൃത്യമായ കഥ പറയുന്നു. അതായത് കഥയല്ല, അദ്ദേഹം പറയുന്നത് നമുക്ക് കഥയാണ്, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം അനുഭവിച്ച കാര്യങ്ങളാണെന്നുള്ളതാണ്. ട്രാഫിക് നിയമങ്ങൾ, അതായത് സൗദി അറേബ്യയിലെ ട്രാഫിക് നിയമങ്ങൾ അറിയുന്ന ഏതൊരു വ്യക്തിയും മനസ്സിലാവും, അങ്ങനെ ഒരു ട്രാഫിക് നിയമലംഘനം നടത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ലൈസൻസ് പോലും റദ്ദായി പോകാനുള്ള സാധ്യതകളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അദ്ദേഹം അതിനെ അനുവദിച്ചില്ല എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ആ പയ്യൻ തുപ്പി ചവിട്ടൊക്കെ ചെയ്തു. ബാക്കിലാണല്ലോ ഈ പയ്യൻ കിടക്കുന്നത്, അറിയാതെ കൈ തട്ടി, അങ്ങനെയാണ് സംഭവിച്ചത്. പിന്നെ മറ്റൊരു കഥയുണ്ട്, തൊട്ടടുത്ത ആശുപത്രി ഉണ്ടായിരുന്നു, 3 മിനിറ്റിനുള്ളിൽ എത്തിക്കാൻ പറ്റിയിരുന്നു, എന്നിട്ടും എത്തിച്ചില്ല എന്നുള്ളതാണ് കുറെ ആളുകൾ പറയുന്നത്. അതായത് അവിടുന്ന് തന്നെ മരിച്ചു എന്ന രീതിയിലാണ് ഇവിടെയുള്ള സംഘി കൂഷ്മാണ്ഡങ്ങൾ പറയുന്നത്. പക്ഷെ അതും കൂടി നിങ്ങളൊന്ന് കേൾക്കണം.
അത് നമ്മൾ പലതവണ പറഞ്ഞിട്ടും അത് അവർക്ക് ബോധ്യമാവാതെ പോയതുകൊണ്ടാണ് ആദ്യം വധശിക്ഷയ്ക്ക് വിധിക്കുന്നത്, അല്ലേ? അതെ, എല്ലാം മെഡിക്കൽ റിപ്പോർട്ടിലും മരണം സംഭവിച്ചതെല്ലാം മരണങ്ങൾ 2 ദിവസങ്ങൾക്ക് ശേഷമാണ്. പക്ഷേ കോടതിയെ അവരെ കുടുംബം പറഞ്ഞ ഞാൻ മരണം വരെ അടിച്ചിട്ടാണ് മരിച്ചത്. കഴിഞ്ഞ് എല്ലായിടത്തെ നിയമത്തിന്റെ മുമ്പിൽ കുറ്റവാളിയായിട്ടാണ് ഇത്രയും കാലം. കേട്ടില്ലേ, 3 ദിവസം കഴിഞ്ഞിട്ടാണ് പയ്യൻ മരിച്ചത്. സ്പോട്ടിൽ അവനെ അടിച്ച് കൊന്നുന്ന രീതിയിലൊക്കെയാണ് ഇവിടെ കുറെ കൂതറകൾ പറഞ്ഞുണ്ടാക്കുന്നത്. കുറെ കൃസംഗികളും മുസംഗികളും അതേപോലെ സംഘികളും കിടന്നിട്ട് കരയുന്നുണ്ട് കേട്ടോ. ഇദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും ഇപ്പോഴും ഇനിയും എന്നും കൊലപാതകയായിട്ട് അയാൾ ഇനിയും അങ്ങനെ കൊല്ലും എന്ന രീതിയിലൊക്കെ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു. ഊളത്തരമല്ലേ അത്? അയാളുടെ 20 വർഷമാണ് കഴിഞ്ഞു പോയിട്ടുള്ളത്. അവിടുത്തെ നിയമപ്രകാരമാണ് ആള് നാട്ടിലെത്തിയിട്ടുള്ളത്. ശരിയത്തെ നിയമപ്രകാരം ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ബ്ലഡ് മണി കൊടുത്തു കഴിഞ്ഞാൽ പോരാ, പോന്നു, അത്രേ ഉള്ളൂ. ജനങ്ങൾ കൊടുത്തു, സംഘികൾ കിടന്ന് പറയണ്ട, നിങ്ങൾ കൊടുക്കാത്ത പൈസ നിങ്ങൾ ഇങ്ങനെ കിടന്ന് പറയുന്നേ. കുറെ കൂതറകള്. കഴിഞ്ഞില്ല, ഒരു വീഡിയോ കൂടി കാണാം. റഹീം, അതിനുശേഷം ആ കുട്ടിയുടെ പേരൻസിനെ കണ്ടിരുന്നു നേരിട്ട്? ജീവിതത്തിലേക്ക് ഇല്ല, കോടതി വിളിക്കാൻ സമയത്ത് അവരെ ഹാജരാവാറുണ്ട്. കണ്ടിട്ടില്ല അല്ലേ നേരിട്ട്? ഇല്ല, കോടതി വിളിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഫാദറോ അല്ലെങ്കിൽ സഹോദരനോ ആരെങ്കിലും കോടതിയിൽ ഹാജരാവും. ഈ അവിടെയുള്ള ആ ഉമ്മയോടും ഒക്കെ റഹീമിന് എന്താ പറയാനുണ്ടായിരുന്നത് നേരിട്ട് കാണുകയായിരുന്നെങ്കിൽ? കാര്യം യാദൃശ്ചികമായി സംഭവിച്ചതാണല്ലോ, ഒരു അപകടത്തിന് സമാനമായിരുന്നല്ലോ. അവരൊന്ന് കാണാൻ പിന്നെ കാണിച്ചില്ല. പിന്നെ അവരെ വക്കീലായിരുന്നു. പിന്നെ കോടതിയിലെ എല്ലാ കാര്യങ്ങളും നീക്കങ്ങളെല്ലാം നടത്തി. പിന്നീട് കാണാൻ കഴിയില്ല. അതൊക്കെ സൗദിയിലെ നിയമങ്ങളാണെന്നുള്ളതാണ്. എന്തായാലും ഇന്ത്യൻ എംബസി മുഖാന്തരാണ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. ഇനി അതിന്റെ കണക്കും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഇന്ത്യൻ എംബസി അത് പുറത്തു വിടും, അല്ലെങ്കിൽ വിവരാവകാശ പ്രകാരം നമുക്കത് കിട്ടും. അതൊക്കെ നമുക്ക് നോക്കാം. പക്ഷെ നിങ്ങൾ കിടന്നിട്ട് കരഞ്ഞിട്ടൊരു കാര്യമില്ല. ആ മനുഷ്യന് ഇവിടെയുള്ള പാവപ്പെട്ട മനുഷ്യന്മാരുടെ ഒരു ദിവസത്തെ കൂലി പോലും മാറ്റി വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. 1 രൂപയെങ്കിലും 1 രൂപ കൊടുത്തിട്ടുണ്ട്. ഒരു ഷെയർ എങ്കിലും ആളുകൾ ചെയ്തിട്ടുണ്ട്. നമ്മളെ പോലുള്ള ആളുകൾ, ഒരുപാട് ആളുകൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ വിഷയത്തിൽ ഒരു ഉറപ്പുണ്ടായിരുന്നു അദ്ദേഹത്തിനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളത്. പിന്നീട് പണം കൊടുത്തിട്ടും ഒരുപാട് ദിവസങ്ങളോളം അതിൽ ജയിലിൽ കിടന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിയമമുണ്ട്, 20 വർഷം ജയിലിൽ കിടക്കണം, 20 വർഷം ജയിലിൽ കിടന്നേ വെക്കുള്ളൂ. അതിനുശേഷം മാത്രമാണ് അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ കഴിയുള്ളൂ. അത് കൃത്യമായിട്ട് അവിടെ നടന്നു എന്നുള്ളതാണ്. ആ ഉമ്മയുടെ കണ്ണുനീര് കണ്ടിട്ടെങ്കിലും, ആ ഉമ്മയുടെ സ്നേഹം, ആ ഉമ്മയുടെ ചിരി ഇപ്പൊ കണ്ടിട്ടെങ്കിലും നിങ്ങൾ ഈ വിഷം തുപ്പാതിരിക്കേണ്ട പൊന്നു ശശികല മേഡം. കുറെ എണ്ണം കിടന്ന് കരയുന്നു, അയാൾ അതാണ് ഇതാണ്. നിങ്ങൾ വല്ലതും കണ്ടിട്ടുണ്ടോ? നേരിട്ടില്ലല്ലോ. അദ്ദേഹം എന്താണ് കുറ്റപത്രത്തിൽ സമർപ്പിച്ചിട്ടുള്ളത്? കൃത്യമായിട്ട് അവിടെ നമ്മളൊക്കെ അത് വായിച്ചതാണ്, ഒരുപാട് തവണ ചർച്ച ചെയ്തതാണ്. ഏകദേശം 10-25 വീഡിയോകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചെയ്തതാണ്. പിന്നെ ഈ ഒരു സമ്പത്തുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ, അതായത് 34 കോടിയല്ല പിരിച്ചത്, 47 കോടിയാണ്. ഇനി ആ ഫണ്ട് എന്ത് ചെയ്യും? അതൊക്കെ ഇനി ഉടനെ തന്നെ അടുത്ത കമ്മിറ്റി മീറ്റിംഗ് ഒക്കെ കൂടിയിട്ട് പുറം ലോകത്തേക്ക് അറിയിക്കില്ലേ? നിങ്ങൾ വെറുതെ എടുത്തിട്ട് ഇങ്ങനെ കൊണക്കല്ല എന്റെ പൊന്നു സംഘികളെ. അയാളൊരു അദ്ദേഹത്തിന്റെ കയ്യബദ്ധത്തിൽ പറ്റിയ ഒരു മിസ്റ്റേക്കിലാണ് മരണപ്പെടുന്നത്. അത് ആ കുടുംബത്തിന് മനസ്സിലാവുന്നുണ്ട്. നിരന്തരമായിട്ടുള്ള നിയമ പോരാട്ടത്തിന് ഒടുവിൽ അദ്ദേഹം നാട്ടിലെത്തുന്നുണ്ട്. ഇത് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് മറ്റുള്ള ഒരു രാജ്യത്തിനും കിട്ടാൻ കഴിയുന്നതിനേക്കാൾ വലിയൊരു നേട്ടമാണത്. ഒരു ഗിന്നസ് റെക്കോർഡ് തന്നെ ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. കാരണം ഒരു രാജ്യവും സ്വന്തം രാജ്യത്തെ പൗരനെ ഈ രീതിയിൽ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നിട്ടില്ല. ഇതൊക്കെ ഇനി എത്ര പറഞ്ഞിട്ടും കാര്യമെന്ന് എനിക്കറിയാം. സംഘികൾക്ക് ഒരു മുസ്ലിം നാമധാരി ആയ മാത്രം മതി. ആ ഒരു സാധനം വെച്ചുകൊണ്ട് മനഃപൂർവ്വം അത് ചെയ്തുകൊണ്ടേയിരിക്കും. അവരുടെ ലക്ഷ്യം തന്നെ എന്താ നമുക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ. ഇനി അത് ഇതിൽ കൂട്ടിക്കടർത്തി പറയുന്നില്ല. ഓക്കെ, അപ്പൊ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. വീഡിയോ എടുക്കാൻ കഴിയുന്ന ഒരു സിറ്റുവേഷൻ അല്ല. ഞാൻ ഒരു ബിൽഡിങ്ങിന്റെ ഒരു രൂപം കാണിച്ചു തരട്ടാ. ഈ ബിൽഡിങ് എന്താണെന്ന് അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യണം കേട്ടാ. കണ്ടോളൂ. ഒരു പഴയകാല ബിൽഡിങ്ങിന്റെ ഒരു രൂപം പോലെ തോന്നുന്നില്ലേ? അതാണ്. അറിയുന്ന ആളുകളും കമന്റ് ചെയ്യുക. ഒരു സ്കൂളാണ്, മലപ്പുറം ജില്ലയിലാണ്. അപ്പൊ എന്തായാലും കൂടെ നിൽക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് സൈനിങ്.